ഈ പ്ലെയിൻ തകർന്നു വീണ കെട്ടിടത്തിലുണ്ടായിരുന്ന 5 മെഡിക്കൽ വിദ്യാർത്ഥികൾ മരിച്ചുവെന്ന വിവരവും കൂടി ഇപ്പോൾ പുറത്തുവരികയും ചെയ്യുന്നുണ്ട്. ഈ വിമാന അപകടത്തിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണെന്നതിനെ ചൊല്ലി പലതരത്തിലുള്ള നിരീക്ഷണങ്ങൾ വരുന്നു. സർക്കാർ അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്, ടാറ്റ അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നു. അതിനുശേഷം മാത്രമേ എന്താണ് സംഭവിച്ചത് എന്ന് മനസ്സിലാകൂ. 1 മിനിറ്റ് മാത്രമാണ് വിമാനം പറന്ന് ആകാശത്ത് നിന്നത്. എല്ലാ കൺട്രോളും ലോസാവുന്നു, ഞങ്ങളിതാ പതിക്കാൻ പോകുന്നു എന്ന അവസാനത്തെ മെയ്ഡേ കോളിന് ശേഷം വേറെ ഒരു വിവരവും ഉണ്ടായില്ല. വിമാനം താഴേക്ക് വീഴുന്നു, പൊട്ടിത്തെറിക്കുന്നു. ഏതാണ്ട് 7-8 മണിക്കൂർ 8-9 മണിക്കൂർ പറക്കാനുള്ള ഇന്ധനവുമായാണ് വിമാനം ഇവിടെ നിന്ന് പോകുന്നത്. അത് ലണ്ടനിലേക്കാണ് പറക്കേണ്ടിയിരുന്നത്. അത്രയും ഇന്ധനമുള്ള ഒരു വിമാനം ക്രാഷ് ലാൻഡ് ചെയ്യുമ്പോൾ സ്വാഭാവികമായി ഉണ്ടാകുന്ന സ്ഫോടനം അത്രയധികം ഇമ്പാക്റ്റ്ഫുൾ ആയിട്ടുള്ള സ്ഫോടനമായിരിക്കും. അതിലാണ് ഈ വലിയ അത്യാഹിതം ഉണ്ടായത്. അതിൻ്റെ കാരണത്തിലേക്ക് ഇനിയും പോകണം. പലതരത്തിലുള്ള വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ടാറ്റ ഗ്രൂപ്പിന് ഇതിനു മുൻപ് തന്നെ ഏവിയേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് പ്രോപ്പർ മെയിൻ്റനൻസ് നടത്താത്തതിൻ്റെ പേരിൽ പല ഷോക്കേഴ്സ് നോട്ടീസുകൾ കൊടുത്തിരുന്നു എന്ന വിവരം ഇപ്പോൾ ചില ഹിന്ദി ഇംഗ്ലീഷ് ചാനലുകൾ റിപ്പോർട്ട് ചെയ്യുന്നത് കാണുന്നു. അതിനകത്ത് ടാറ്റയുടെ വിശദീകരണം വേണം. പ്രോപ്പർ മെയിൻ്റനൻസ് ഇല്ലാത്തതാണോ പ്രശ്നം? എഞ്ചിൻ തകരാറ് പരിഹരിക്കുന്നതിൽ പരാജയപ്പെട്ടതാണോ പ്രശ്നം? ശരിയായ മുന്നറിയിപ്പില്ലാത്തതാണോ പ്രശ്നം? ശരിക്കും എന്താണ് സംഭവിച്ചത് എന്നതിനെക്കുറിച്ചുള്ള വലിയ ഒരു പരിശോധന ആവശ്യമുണ്ട്. സ്വാഭാവികമായും ബ്രിട്ടൻ അടക്കമുള്ള രാജ്യങ്ങളുടെ പങ്കാളിത്തം ഈ അന്വേഷണത്തിൽ ഉണ്ടാകുമെന്ന് വിചാരിക്കണം. കാരണം അവരുടെ 40ഓളം പൗരന്മാർ ഈ അപകടത്തിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഒരു കനേഡിയൻ പൗരൻ കൊല്ലപ്പെട്ടിട്ടുണ്ട്. പോർച്ചുഗലിൻ്റെ 7-8 പേർ ഈ അപകടത്തിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വിദേശ രാജ്യങ്ങളിലെല്ലാം കൺസേൺഡ് ആയിട്ടുള്ള അവർക്കെല്ലാവർക്കും മിസ്റ്റേക്കുള്ള ഒരു സംഗതി കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് വലിയ അന്വേഷണം സ്വാഭാവികമായും നടക്കേണ്ടതുണ്ട്. എന്തായാലും നമ്മളിപ്പോൾ കാണുന്ന തകർന്നു വീണതിന് ശേഷം ആ കെട്ടിടത്തിൽ നിന്നുള്ള വിമാനത്തിൻ്റെ ഭാഗങ്ങളാണ്. ഒരു ടയറിൻ്റെ ഭാഗം. വിമാനം തുടക്കത്തിൽ തന്നെ പലതരത്തിലുള്ള അപകടത്തിൻ്റെ സൂചനകൾ നൽകിയിരുന്നു എന്നാണ് കാണുന്നത്. അതിൻ്റെ 600 മീറ്ററോളം 600 അടിയോളം ഉയർന്നു പൊന്തിയതിനു ശേഷവും അതിൻ്റെ ടയറുകൾ, വിമാനത്തിൻ്റെ ലാൻഡിംഗ് ടയറുകൾ മടക്കി വെച്ചിരുന്നില്ല. അത് മറന്നുപോയതോ അപകടത്തിൻ്റെ സൂചനയോ എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയില്ല. ഒപ്പം അതിൻ്റെ ചിറകുകളിൽ വരുത്തേണ്ട വ്യത്യാസം വരുത്തിയിരുന്നില്ല. അങ്ങനെ പലതരത്തിലുള്ള സൂചനകൾ, നിരീക്ഷണങ്ങൾ പല ആളുകളും ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. നമുക്ക് വേണ്ടത് ഒരു ശരിയായ അന്വേഷണത്തിലൂടെ മാത്രമാണ്. ഈ തകർന്നു വീണ കെട്ടിടത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള ദൃശ്യങ്ങൾ ആൻഡ് ഫോട്ടോഗ്രാഫ്സാണ് നമ്മളിപ്പോൾ കാണുന്നത്. BJ മെഡിക്കൽ കോളേജ് ഹോസ്റ്റലിൽ ആളുകൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ആക്ടിവിറ്റീസ് നടക്കുന്ന സമയത്താണ് ഈ വിമാനം വന്ന് വീഴുന്നത്. എന്തായാലും സമീപകാലത്ത് ലോകം ദർശിച്ച ഏറ്റവും ഭയാനകവും ഭീതിതവും അല്ലെങ്കിൽ ഏറ്റവും ആഴമുള്ളതുമായ ഒരു അപകടം എന്നാണ് കണ്ടത്.